ഇമെയിലും വാട്സപ്പും ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ ഉള്ള ഈ അത്യാധുനിക കാലത്തും പോസ്റ്റ് ഓഫീസുകളിൽ ഇപ്പോഴും ആ പഴയ തപാൽ സ്റ്റാമ്പുകൾ വിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് വെറും ഒരു പഴയകാല ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല. ആ ചെറിയ പേപ്പർ കഷ്ണത്തിന് പിന്നിൽ നിങ്ങളുടെ ഡിജിറ്റൽ നെറ്റ്വർക്ക് തകർക്കാൻ കഴിയാത്ത വലിയൊരു നിയമപരമായ അധികാരമുണ്ട്. ഇതിനെ നമുക്ക് പ്രീപെയ്ഡ് സോവറിനിറ്റി ലോജിക് എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ ഒരു സ്റ്റാമ്പ് എന്നത് സർക്കാരിലേക്ക് നിങ്ങൾ നികുതി അടച്ചു എന്നതിന്റെ തെളിവാണ്, അതായത് ടാക്സ് ടോക്കൺ. നിങ്ങളുടെ ഇമെയിൽ ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം. എന്നാൽ ഒരു സർക്കാർ സ്റ്റാമ്പ് പതിച്ച ഫിസിക്കൽ ഡോക്യുമെന്റ് അന്താരാഷ്ട്ര നിയമപ്രകാരം മാറ്റാൻ കഴിയില്ല. ഇതിന് പിന്നിൽ മറ്റൊരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട്: ഡിജിറ്റൽ നിരീക്ഷണം, അതായത് ഡിജിറ്റൽ സർവേലൻസ്. നിങ്ങൾ അയക്കുന്ന എല്ലാ ഓൺലൈൻ മെസ്സേജുകളും ആർക്കെങ്കിലും ചോർത്താൻ കഴിഞ്ഞേക്കും. എന്നാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു സീൽ ചെയ്ത ഒരു കവർ തുറക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ അൺഹാക്കബിൾ നെറ്റ്വർക്കാണിത്. ഒരു സാധാരണ പേപ്പറിൽ എഴുതുന്ന ഉടമ്പടിക്ക് പോലും കോടതിയിൽ വലിയ നിയമസാധ്യത നൽകാൻ ഒരു വഴിയുണ്ട്: റവന്യൂ സ്റ്റാമ്പ് ക്രോസ് സൈൻ ഹാക്ക്. വലിയ തുകയുടെ പണമിടപാടുകളോ കരാറുകളോ സാധാരണ പേപ്പറിൽ ചെയ്യുമ്പോൾ അതിൽ ഒരു റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ക്രോസ് ആയി ഒപ്പിടുക. അതായത് ഒപ്പിന്റെ പകുതി സ്റ്റാമ്പിലും പകുതി പേപ്പറിലും വരണം. ഈ ചെറിയ ട്രിക്ക് അതൊരു ഔദ്യോഗിക രേഖയായി മാറുകയും കോടതിയിൽ ഇതിനെതിരെ ആർക്കും വാദിക്കാൻ കഴിയാതാകുകയും ചെയ്യും. ആ സ്റ്റാമ്പ് നിങ്ങളുടെ നിയമപരമായ സുരക്ഷയ്ക്കാണ്. ഈ ക്രോസ് ഒപ്പ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാനാണ്. ഇതുപോലുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇനി അറിയാനായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.